ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരൊക്കെ എന്തെടുക്കുകയാണ്? ചൂടുണ്ടോ? ഇന്ന് മഴയുടെ ഒരു എന്താണ്, മഴ ഉണ്ടാവുമോ എന്ന് പറയുന്നു അല്ലേ? ഇന്ന് മഴ ഉണ്ടാവുമോ എന്നൊരു ഇതുണ്ട്. പക്ഷേ എനിക്ക് തോന്നി എല്ലാ ദിവസത്തെക്കാട്ടി ചൂട് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിച്ചതുപോലെ തോന്നിയില്ല. വെയിലത്ത് ഇറങ്ങാത്തത് കൊണ്ടാവും ചിലപ്പോൾ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് വന്നത്. അപ്പോൾ സുഖമാണോ? ഞാൻ പറഞ്ഞില്ലേ, ചൂട് കാരണം മനുഷ്യരെല്ലാം പുറകിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യർ എങ്ങനെ ഈ ചൂടിനെ തരണം ചെയ്യുമെന്നൊന്നും അറിയാൻ വയ്യ. ഈ വണ്ടിയുടെ സൗണ്ട് കാരണം കേൾക്കാൻ പറ്റുമോ എന്തോ അറിയാൻ വയ്യ. ഞാൻ പയ്യേടോ പറയുന്നതെന്നും അറിയാൻ വയ്യ. കുറച്ചും കൂടെ സൗണ്ടിൽ പറയണമെന്ന് തോന്നുന്നല്ലേ. ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ. അപ്പോഴേ ഞാൻ വന്നതേ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്ന് തോന്നി. ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവരോടും ഒരുപാട് സ്നേഹം. കുറേ പേര് വിഷ് ചെയ്തായിരുന്നു. കുറേ പേര് എണ്ണിയാൽ ഒടുങ്ങാത്ത. ഇപ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അവിടെ ഇവിടെയോ ഒക്കെ നമ്മളെ അറിയുന്ന ആൾക്കാർ, അല്ലാതെ വാട്സപ്പിൽ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുകയും അവർ സ്റ്റാറ്റസ് വയ്ക്കുകയും ഒക്കെ ചെയ്തു. അത് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഇതിലൊക്കെയുണ്ട്. അപ്പോൾ മിണ്ടാതിരുന്ന ആൾക്കാരോട് ഞാനൊരു 2 വർഷത്തിനിപ്പുറം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്ട്രഗ്ലിങ് സമയമാണ്. സ്ട്രഗ്ലിങ് സമയമെന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഒക്കെ നിന്നു. അങ്ങനെയൊക്കെ നിന്നിട്ട് നമുക്ക് ജീവിതത്തിനൊരു മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പിടിച്ച് കയറി ഇങ്ങനെ വന്ന സമയത്ത് നമ്മളൊരു ഒരു 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 കാര്യത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തോട്ട് നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. സ്ട്രഗിളിങ്ങെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാരൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ അനുഭവിച്ചു. അങ്ങനെ ഭയങ്കര പ്രശ്നത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ 2 വർഷമായിട്ട് എനിക്കാണെങ്കിൽ ഞാൻ ഫോൺ വിളി എന്ന് പറയുന്നത് കുറച്ചു. ഒരാളോട് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാനോ അവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി അറിയാനോ ഒന്നും നമുക്ക് പറ്റാത്ത ഭയങ്കര സ്ട്രെസ്സും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പറ്റാതെ വരുമ്പോഴത്തേക്ക് ഞാൻ ആരോടും ഫോൺ വിളിയില്ല. ജസ്റ്റ് എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നവരോട് ഹായ് ഹലോ അത്രയൊക്കെ ഉള്ളൂ. മെസ്സേജ് അയക്കലില്ല. എല്ലാം കുറച്ചു. ഭയങ്കര അടുപ്പമുണ്ടായിരുന്ന ആൾക്കാരോട് പോലും ഞാനൊരു ഒരു അകലം വെച്ചിട്ട് ഞാൻ മിണ്ടത്തില്ല. എൻ്റെ ഒരു അവസ്ഥ അതാണ്, ഞാൻ മിണ്ടത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ഈ ടെൻഷൻ്റെയും സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നുപോയിട്ട് ഞാൻ അവരോട് പറയാൻ ചിലപ്പോൾ വൈകും. സ്റ്റാറ്റസ് അങ്ങനെ വയ്ക്കാറില്ല, ഫേസ്ബുക്കിലൊക്കെ ഇടാറില്ല അവരുടെയൊക്കെ ഫോട്ടോ. അപ്പോൾ എൻ്റെ ഫോട്ടോയും എൻ്റെ സ്റ്റാറ്റസും എൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവർ പറയുമ്പോൾ ഞാനത് ചെയ്തില്ലല്ലോ എന്നാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സന്തോഷമാണ്. ഇതൊക്കെയാണോ സന്തോഷം എന്ന് ചോദിക്കുന്നവരോട് ഇതൊക്കെ സന്തോഷമാണ്. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ, ഞാൻ കുറേ കാര്യങ്ങളിൽ പുറകോട്ട് നിന്നതിൽ അവരെന്നെ സ്നേഹിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ ഞാനൊന്നും അങ്ങോട്ട് മാറിയിരിക്കട്ടെ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടിയിരുന്നതല്ലേ എന്ന് എനിക്ക് തോന്നി. ഞാനിതൊക്കെ ചെയ്യേണ്ടിയിരുന്നതല്ലേ, ഞാൻ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് കയ്യിൽ വാരിക്കോരി കുറേ സമ്മാനങ്ങൾ ആൾക്കാർ തരുന്നതിലൊന്നുമല്ല കാര്യങ്ങൾ. നമ്മൾ ഇതേപോലെ സ്നേഹം കൊടുക്കുന്നതാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നതാണോ? തീർച്ചയായിട്ടും അതെ, ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നതും കാര്യമാണ്. അപ്പോൾ അതിന് നന്ദി എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട്. പറഞ്ഞ എല്ലാവരോടും. അതിൻ്റെ കൂടെ ഡ്രസ്സ് വാങ്ങി തന്ന ചേച്ചി, അവളാണ് എല്ലാ പ്രാവശ്യവും എനിക്ക് അങ്ങനെ പ്രസൻറ്റ് അല്ലെങ്കിൽ ഒരു സമ്മാനം എനിക്ക് തരാറുണ്ട്. അവൾ ഈ കക്കച്ചി മധുരം തന്നത്. അങ്ങനെ വീട്ടിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ അങ്ങ് പോയി എൻ്റെ ബർത്ത്ഡേ. പക്ഷേ എനിക്ക് കിട്ടിയ സ്നേഹ വാക്കുകൾ ഒരുപാട് നെഞ്ചിലോട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തോന്നി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ജീവിത മോട്ടിവേഷൻ നൽകാമെങ്കിൽ അതെങ്ങനെയാണ്
ഞാനിവിടെ പൊരുതിയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത്. ഞാനിവിടെ സന്തോഷപൂർവ്വം ഒരു സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര പ്രതിസന്ധികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ താമസിക്കുന്ന വാടക വീട്ടിലെ അസൗകര്യത്തിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ വീട് നല്ല വീടാണ്. പക്ഷേ എന്നെപ്പോലെ രാത്രി താമസിക്കാൻ എല്ലായിടവും ഓടിയെത്താനും ഒന്നും നമുക്ക് പറ്റാറില്ല. അപ്പോൾ അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു എൻ്റെ ഭയങ്കര ആഗ്രഹങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു ദിവസത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് മാറാനായിട്ട് എനിക്കൊരു വീട് വേണമെന്നുണ്ട്. എനിക്കൊരു വീട് വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രതിസന്ധികളെയും ഞാനിങ്ങനെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ കണ്ട ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, നമുക്കും പറ്റും എന്നൊരു തോന്നലുണ്ടാവണം. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഒരാളിന് ഇത്രയൊക്കെ പറ്റുമെങ്കിൽ പറ്റുമെന്ന് തോന്നലുണ്ടാവണം എന്ന് പറയുന്നതിനോടൊപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു ചിത്രമുണ്ട്. ഒരു എന്താണ്, മരണത്തിലെ തിരിച്ചയക്കൽ, ഒരു യാത്ര പറയൽ. അതിലെ ഒരു എന്താണ്, കുഞ്ഞു ശവപ്പെട്ടി കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതുണ്ടോ. ആ ഒരു എനിക്കങ്ങനെ പറയാൻ തന്നെ പറ്റില്ല. ഒരു പെട്ടിയിൽ അടച്ചു വെച്ചേക്കും ഒരു കുഞ്ഞു വാവ, പ്രസവിച്ച ഉടനെ അമ്മ പിന്നെ പുറത്തേക്ക് എറിഞ്ഞ, അമ്മ വേണ്ടെന്ന് വെച്ച് അമ്മ കൊന്നു കളഞ്ഞ കുട്ടി. അതിൻ്റെ പത്രത്തിലെല്ലാം അല്ലെങ്കിൽ ന്യൂസിലെല്ലാം വാർത്തയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി. ഈ കുട്ടികൾ എന്താണ് ഈ കാണിച്ച് കൂട്ടുന്നതെന്ന് എനിക്ക് പറയണമെന്നുണ്ട് കേട്ടോ. ഭയങ്കര പിന്നെ എന്താണ്, അച്ഛനും അമ്മയും മക്കളെ ശ്രദ്ധിക്കുന്നില്ലെന്നാണ്. മോള് പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന കാര്യം അച്ഛനും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ അമ്മ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരുന്നത്? എത്ര ബന്ധത്തിന് ആഴം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിലെ മക്കളാണെങ്കിൽ നമ്മളെ അടുത്ത് എപ്പോഴും വരും. അവർക്ക് അടുത്ത് വന്ന് നമ്മളെ അടുത്ത് കിടക്കും. എപ്പോഴും നമ്മളടുത്ത് വന്ന് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. ഇതിലും പ്രായമായ മക്കളൊക്കെ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ സ്നേഹത്തെ അടുത്ത് വന്ന് കിടക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടികളെ പിന്നെ അടുത്ത് വിളിക്കാത്ത അമ്മമാരിൽ ശ്രദ്ധിക്കാത്ത അമ്മമാരായതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഒരു അമ്മ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കുട്ടിക്ക് എല്ലാ മാസവും ആ പീരീഡ്സ് വരുന്നുണ്ടോ എന്ന് ഒരമ്മ ശ്രദ്ധിക്കത്തില്ലേ? എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അപ്പോൾ 10 മാസം വരെ എങ്ങനെ ഈ മോള് അങ്ങനെ ഇരുന്നു? അപ്പോൾ അങ്ങനെയുള്ള മാതാക്കളാണ് അമ്മമാരാണല്ലോ ശ്രദ്ധിക്കുന്നത്, അച്ഛന്മാരല്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വരണമെന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് മനസ്സിൽ വിഷമിപ്പിച്ചത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വരുന്നുണ്ട്. ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് പുതിയതായിട്ട് വന്ന ആൾക്കാരോട് പറയാം. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ്, വർക്കല എന്ന് പറയുന്നൊരു സ്ഥലത്ത്, മുത്താന എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത്, വളർന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്നത് കിളിമാനൂരാണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ. ഞാൻ വളർന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരാൾ പോലും പിന്നെ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തൊരു നാടാണ് എൻ്റെ നാടെന്ന് പറയുന്നത്. ഞാനൊരു വീൽ ചെയറിലിരിക്കുന്ന ആളെന്ന നിലയിൽ സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. വീൽ ചെയറിലെ തറയിലിരുന്ന സമയത്തും ഒരു സമയത്താണ് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരാൾക്ക് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ് തോന്നിയതും. പിന്നെ അങ്ങനെയാണ് ഞാൻ വീൽ ചെയറിൽ ആയതും. അപ്പോൾ അവിടെ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത് എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതം സ്ട്രഗിളാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ല എന്നെ പിന്നെ എങ്ങനെയാണ് പുറം ലോകത്തേക്ക് എത്തിക്കേണ്ടതെന്ന അവരുടെ അജ്ഞത കൊണ്ട് എനിക്ക് പുറം ലോകത്തോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് നാളെ ഇനി ഞാൻ എൻ്റെ കൂടെ എൻ്റെ മനസ്സ് മുറിവേൽപ്പിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ വന്നിരുന്നിട്ട് എങ്ങനെ ജീവിക്കും, നീ എങ്ങനെ ജീവിക്കും, നീ അങ്ങനെ ഒരു കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ എല്ലാം ഞാൻ കരകയറി വന്നതാണ്. ഒരു സത്യം പറഞ്ഞാൽ ഞാനൊരു കുഴിയിലെ വീട്ടിലാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ ആ വീട് നല്ല വീടാണ്. എൻ്റെ ചുറ്റാകെയുള്ള അയൽക്കാർ നല്ല മനുഷ്യരാണ്. ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും നല്ല മനുഷ്യരാണ്. പക്ഷേ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യർ അവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വഴി അപ്പുറത്തെയും ഇപ്പുറത്തെയും പുരയിടക്കാൻ തരത്തില്ലായിരുന്നു. അവർക്ക് തരാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ തന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളത് കൊടുത്തത്. ഇപ്പോൾ എനിക്ക് ഉണ്ട് എന്ന് പറയുന്ന വീട് വാങ്ങിയത്. അപ്പോൾ ആ വീട് വാങ്ങിയതോടുകൂടിയാണ് നമ്മൾ പിന്നെയും ബാധ്യതയിലോട്ട് പോയി. അപ്പോൾ പിന്നെ നമുക്ക് അവിടെയും സ്ട്രഗിളിങ്ങാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് സൗകര്യത്തിലുള്ള ഒരു സൗകര്യമില്ലാത്തൊരു വീടാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ അതെങ്ങനെയെങ്കിലും കൊടുത്തിട്ട് എനിക്കൊരു വേറൊരു വീട് വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അപ്പോൾ എല്ലാ രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആത്മഹത്യയെക്കുറിച്ചോ ഞാൻ ഇനി ജീവിക്കേണ്ട എന്നതിനെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ചാൽ ഞാനൊന്ന് ചിന്തിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ വണ്ടീന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയത്തില്ല കേട്ടോ. ഞാൻ കുറച്ച് പ്രകാശം കണ്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് ഫ്രണ്ടിലോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷ ഏറ്റിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും കൊണ്ട് എനിക്ക് പിന്നെ എന്നോടൊന്നൊരു ഹായ് പറഞ്ഞാൽ ഞാൻ
ഞാൻ നോക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് റിപ്ലൈ തരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ട് ഞാൻ പഠിച്ചതാണ്. ഒരു തോറ്റുപോയി എന്ന് കരുതിയിരുന്ന ഒരു സമയത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരാളിൻ്റെ വാക്കുകൾ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ സൗണ്ട് കൊണ്ട് ഞാൻ ഇന്ന് നിർത്തുന്നു. നമുക്ക് ഇനിയും കാണാം. ഇതൊരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. നമ്മൾ പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കുക, സ്നേഹിക്കുക. അവരെ കൂട്ടുകാരെ പോലെ കരുതി അവർ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കാൻ തയ്യാറായാൽ അവരത് തെറ്റായ വഴി കൂടെ കൂടുതൽ പോകില്ല എന്നൊരു ബോധ്യം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒത്തിരി ഇഷ്ടം. ഇല്ല.